Very good evening, students. Today is our 10th online lecture on manufacturing technology ME 220. We have reached module 6, in which we are seeing welding. In lecture number 9, we have seen up to edge preparation in welding. After edge preparation, we are moving directly to metallurgical effects of welding. In this, first one is weld metal behaves like casting with defects and have characteristics of casting. വെൽഡ് ചെയ്ത മെറ്റൽ എന്ന് പറയുന്നത് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് റീസോൾഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒരു കാസ്റ്റിങ്ങിൻ്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും, ഡിഫെക്ട്സും ഉണ്ടാവും. സോൾഡിഫിക്കേഷൻ ടേക്സ് പ്ലേസ് ബൈ ന്യൂക്ലിയേഷൻ ആൻഡ് ഗ്രോത്ത് മെക്കാനിസം. When electrode or filler having same composition of base metal is used for solidification. നമ്മൾ എപ്പോഴും ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബേസ് മെറ്റീരിയലിൻ്റെ സെയിം കോമ്പോസിഷൻ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതേപോലെ സോൾഡിഫിക്കേഷൻ എങ്ങനെയായിരിക്കും സംഭവിക്കുക? ന്യൂക്ലിയേഷൻ കൊണ്ട് ഗ്രെയിൻ ഗ്രോത്ത് കൊണ്ടുമായിരിക്കും അവിടെ ഉണ്ടാവുക. സെക്കൻഡ് വൺ ഈസ് അബ്സോർപ്ഷൻ ഓഫ് ഗ്യാസ് ബൈ വെൽഡ്. ഈ വെൽഡ് ഗ്യാസ് അബ്സോർബ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായാൽ എന്തുണ്ടാവും? അവിടെ എപ്പോഴും ഡിഫെക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഹൈഡ്രജൻ ഗെറ്റ് ഡിസോൾവ് ഇൻ ദ മോൾട്ടൺ ആൻഡ് മേ ഗെറ്റ് ട്രാപ്ഡ് ഇൻ ദ സോളിഡ് മെറ്റൽ ഇഫ് ദ കൂളിംഗ് ഈസ് റാപ്പിഡ് ആയിട്ട് നമ്മൾ വെൽഡിംഗ് മെറ്റലിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹൈഡ്രജൻ മേ ഗെറ്റ് ഡിസോൾവ്. ദീസ് ഫോം പോറോസിറ്റി ഇൻ ദ വെൽഡ് മെറ്റൽ. Gases may cause trouble are hydrogen, nitrogen and oxygen. These three gases can cause trouble for weld parts, create porosity, cracking, oxide inclusions, etc. Next one is slag inclusions. This is formed by presence of flux. Frequently get trapped in fusion weld. Affect the properties of weld negatively. ഈ സ്ലാഗ് എന്ന് പറയുന്നത് ഫ്യൂഷൻ വെൽഡ് സോണിലേക്ക് മെറ്റലിനകത്ത് ട്രാപ്പായി പോയാൽ എന്ത് പറ്റും? ഇറ്റ് അഫക്ട്സ് ദ വെൽഡ് പ്രോപ്പർട്ടീസ്. അവിടെ ഒരു ഡിഫക്റ്റ് ആയിട്ട് മാറും. ഹോട്ട് ക്രാക്കിംഗ് ഓഫ് വെൽഡ്സ് occurs at high temperature due to contraction of solidifying metals. Impurity in weld pool contribute to solidification cracking. ഈ ഹോട്ട് ക്രാക്കിംഗ് എന്ന് പറയുന്നത് സംഭവിക്കുന്നപ്പോഴായിരിക്കും വെരി ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. അതേപോലെ കോൺട്രാക്ഷൻ ഓഫ് സോളിഡിഫൈങ് മെറ്റൽസ് എന്ത് സംഭവിക്കുക? മെറ്റൽ കോൺട്രാക്ട് ചെയ്യും ഇവിടെ വെൽഡ് പൂളിൽ, പക്ഷേ പേരന്റ് മെറ്റൽ കോൺട്രാക്ട് ചെയ്യാതെ വരുമ്പോൾ എന്തുണ്ടാവും? ക്രാക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഇംപ്യൂരിറ്റീസ് ഇൻ വെൽഡ് മെറ്റീരിയൽ ഓൾസോ കോസസ് സോളിഡിഫിക്കേഷൻ ക്രാക്കിംഗ്. നെക്സ്റ്റ് വൺ ഈസ് ഡൈല്യൂഷൻ. Cause molten filler metal to penetrate into the base metal. One is weld decay. Minimizing carbon content can reduce weld decay. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെറ്റലർജിക്കൽ എഫക്ട്സ് ഇൻ വെൽഡിങ്ങിൽ വരുന്നത്. Now we move on to heat affected zone. So heat affected zone, you could see that the darkest portion in the middle is the weld pool. ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫുള്ളി സോളിഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് യു കുഡ് സീ ദിസ് ഡോട്ടഡ് ലൈൻ, ഇറ്റ് ഈസ് മാർക്ഡ് ഹിയർ. ടു ദിസ് ഡാർക്കസ്റ്റ് പോർഷൻ ദർ ഈസ് എ സ്മോൾ റീജിയൻ വിച്ച് ഈസ് കോൾഡ് ദ സോളിഡ് ലിക്വിഡ് ബൗണ്ടറി. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ പ്യൂർലി പേരന്റ് മെറ്റൽ ആയിരിക്കും. സോ ആസ് യു മൂവ് ഇൻസൈഡ് യു വിൽ ഹാവ് എ ഗ്രെയിൻ ഗ്രോത്ത് റീജിയൻ ആൻഡ് എ ഗ്രെയിൻ റിഫൈൻഡ് റീജിയൻ ആൻഡ് എ പാർഷ്യലി ട്രാൻസ്ഫോംഡ് റീജിയൻ. നിങ്ങൾ നേരത്തെ പഠിച്ച ലെക്ചറിൽ ഒരു പൈപ്പിൻ്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഈ പൈപ്പിൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്കി, ഈ കളർ കൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ഇവിടെ എന്താണ്? വെൽഡ് പൂളാണ് അല്ലോ, പ്യൂർലി മെൽറ്റ് ആയിട്ടുള്ള. ഇതിന് തൊട്ട് അരികിലുള്ള പോർഷൻ ഒരു ചെറിയ വര പോലെ നിങ്ങൾ കണ്ടില്ലയോ? ദിസ് ഈസ് ദ സോളിഡ് ലിക്വിഡ് ബൗണ്ടറി. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രെയിൻ ഗ്രോത്ത് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഗ്രെയിൻ റിഫൈൻമെന്റ് ഉണ്ട്, കുഞ്ഞൊരു പോർഷൻ. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു?
അത് കഴിഞ്ഞിട്ട് മുമ്പേ കണ്ട ഫിഗറിലെ നീല കളറുള്ള പോർഷനാണ്, നീലയും അതിൻ്റെ ബോർഡറിലൊരു ചുമല ഒരു റോസ് കളറുള്ള ഒരു പോർഷൻ, കുഞ്ഞു റോസ് കളറുള്ള പോർഷൻ, ആ പോർഷനാണ് പാർഷ്യലി ട്രാൻസ്ഫോം സോൺ. അത്രയും ചേരുന്നതായിരിക്കും എന്ത് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. സോ ഹീറ്റ് അഫക്റ്റഡ് സോൺ വിൽ ബി ഹാവിംഗ് ദ ഫ്യൂഷൻ സോൺ ഇൻ ഇറ്റ് പ്ലസ് എ സോളിഡ് ലിക്വിഡ് ബൗണ്ടറി. ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് ദ പേരന്റ് മെറ്റൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരിക്കും, ഒരു ഗ്രീൻ ഗ്രോത്ത് ഉണ്ടായ സ്ഥലമായിരിക്കും. കാരണം ഇത് എന്തുകൊണ്ട് ഈ ഗ്രീൻ ഗ്രോത്ത് ഉണ്ടാകുന്നത്, കാരണം ദിസ് പോർഷൻ ഈസ് വെരി നിയർ ടു ദിസ് ഫ്യൂഷൻ സോൺ. സോ ഇവിടെ ശരിക്കും ഒരു അനീലിംഗ് എഫക്റ്റ് ആയിരിക്കും. എന്താണ് അവിടെ സംഭവിക്കുക, കാരണം എവറി ടൈം ദർ വിൽ ബി ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ടു ദിസ് സോൺ, ഏതാ ഈ ഗ്രീൻ ഗ്രോത്ത് സോൺ, ഒരു ഫർണസ് കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. കാരണം ഈ വെൽഡ് ബീഡ് കൂൾ ആകുന്നതിന് വരെയും ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഈ ഒരു റീജിയണിൽ. നേരെ മറിച്ച് സ്വൽപ്പൂടെ അകത്തേക്ക് പോയി കഴിയുമ്പോൾ ഗ്രെയിൻ റിഫൈൻഡ് റീജിയനാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും ഒരു നോർമലൈസിങ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. കാരണം പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ പുറത്തേക്കും പോവും, അതേപോലെ പേരന്റ് മെറ്റീരിയലിനകത്തേക്കും വരും. അപ്പോൾ ഒരു വേറൊരു ലെയറിൽ ഗ്രെയിൻ റിഫൈൻമെന്റ്, ഒരു റിഫൈൻഡ് ഗ്രെയിൻ അല്ലെ നോർമലൈസിങ് എഫക്റ്റ് ആയിരിക്കും. അതിൽ നിന്ന് അകത്തേക്ക് പോയി കഴിയുമ്പോൾ എന്തോരും, ഇവിടെ ഈ ഫിഗറിനകത്ത് കാണുന്ന പോലെ വലിയ ഗ്രെയിൻസ് ആയിരിക്കും, അവിടെ ഒരു അനീലിംഗ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് പോകുന്നതനുസരിച്ച് എന്തുവരും, പ്യുവർ പേരന്റ് മെറ്റീരിയലായിട്ട് മാറും. ഓർ ഇറ്റ് ഈസ് ദ അൺഅഫക്റ്റഡ് റീജിയൻ. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഹീറ്റ് അഫക്റ്റഡ് സോണിൽ ഡിഫറെന്റ് സോൺസ് ഉണ്ടാകുന്നതെന്നും കൂടെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ എവിടെയായിരിക്കും, ഈ ഒരു വെൽഡ് സോണിന്റെ ഒത്ത നടുക്കായിരിക്കും ഏറ്റവും മാക്സിമം ടെമ്പറേച്ചർ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നത്, ബിക്കോസ് ഇറ്റ് ഗെറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ മെറ്റീരിയലിനകത്തേക്ക് ഈ ഒരു ഹീറ്റിനെ ആ ഒരു പാർട്ട് പുറന്തള്ളിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾ കാണുന്ന പോലെ അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നത്. ഓക്കെ, ഹീറ്റ് അഫക്റ്റഡ് സോൺ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഉള്ളത് എഫക്റ്റ് ഓഫ് തെർമൽ സ്ട്രെസ്സസ് ഇൻ വെൽഡിംഗ് ആണ്. ഡിസ്ട്രോഷൻ ഓഫ് വർക്ക് പീസ് വെൻ വെൽഡഡ്, ഡിസ്ട്രോഷൻ ഓഫ് വെൽഡഡ് ജോബ്സ് വൈൽ മെഷീനിങ്, results in weld cracking, results in brittle fracture, results in lowered ductility, affects fatigue strength adversely, lower creep strength. ഈ കാണുന്ന 7 പോയിന്റ്സ് ആയിരിക്കും തെർമൽ സ്ട്രെസ്സസ് കൂടിക്കഴിഞ്ഞാൽ ഒരു വെൽഡഡ് പാർട്ടിലുണ്ടാകുന്ന ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ക്രീപ്പ് കുറയ്ക്കും, ഫാറ്റീഗ് സ്ട്രെങ്ത് കുറയ്ക്കും, ഡക്റ്റിലിറ്റി കുറവായിരിക്കും, ബ്രിട്ടിൽ ഫ്രാക്ചർ ഉണ്ടാവും, ക്രാക്കുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ എന്താ വരിക, ആ വെൽഡ് ചെയ്ത പാർട്ട് മെഷീൻ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഡിസ്റ്റോർട്ടഡ് ആവും. അതേപോലെ വർക്ക് പീസ് ഓൾസോ മേ ഗെറ്റ് ഡിസ്റ്റോർട്ടഡ്. നെക്സ്റ്റ് വിൽ സി വെൽഡിംഗ് ഡിഫക്ട്സ് ഇൻ ഡീറ്റെയിൽ. വെൽഡിംഗ് ഡിഫക്ട്സ്, വെൽഡ് ചെയ്ത പാർട്ടിൽ വരുന്ന ഡാമേജുകൾ ആണ് വെൽഡിംഗ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഒന്നാമത് ക്രാക്ക് ആണ്. It is caused by highly rigid joint, defective electrode, angular distortion. ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ മെറ്റൽ കോൺട്രാക്ട് ചെയ്യും അല്ലയോ ഈ മോൾട്ടൺ ബോഡിൽ. പക്ഷേ പേരന്റ് മെറ്റല് എന്ത് സംഭവിക്കുക, പേരന്റ് മെറ്റലിലേക്ക് അകത്തേക്ക് കയറിയിരിക്കുന്നതുകൊണ്ട് what will happen, this parent material will pull it apart. അങ്ങനെ ഇവിടെ ഒരു ക്രാക്ക് ഫോം ചെയ്യും. Second one is distortion due to temperature difference between various points or slow arc speed and type of joint. Next is lack of penetration. Failure of filler metal to penetrate into the joint. നിങ്ങൾ ഈ ഫിഗറിൽ നോക്കി, ഇതിനകത്ത് എന്ത് സംഭവിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഭാഗത്ത് മെറ്റീരിയൽ ഫില്ലാകാതെ വരും. Factors: incorrect edge preparation, incorrect welding technique, inadequate deslagging, long arc length. ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മൾ എന്തായിരുന്നു വി ഷേപ്പ് ചെയ്തിട്ട് എഡ്ജ് പ്രിപ്പറേഷൻ പറഞ്ഞു അല്ലയോ, അതിന് ഒരു സൈഡിൽ മാത്രം എഡ്ജ് പ്രിപ്പയർ ചെയ്തു. ഇവിടെ എഡ്ജ് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ എന്ത് വരും, ഈ അടി സൈഡിൽ നിന്ന് നമ്മൾ വെൽഡ് ചെയ്ത് കഴിയുമ്പം മെറ്റൽ കൃത്യമായിട്ട് ഫില്ലാകാതെ വരും. അപ്പോൾ എന്ത് വരും, ഇത് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോർഷനിൽ ഗ്യാപ്പ് ആയിരിക്കും. That is a defect. This is called as lack of
പെനിട്രേഷൻ. പിന്നെയുള്ളത് ലാക്ക് ഓഫ് ഫ്യൂഷൻ ആണ്. ഫ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കി ഈ ഒരു പോയിന്റിൽ പേരന്റ് മെറ്റലുമായിട്ട് ഇത് കൂടിച്ചേർന്നിട്ടുണ്ട്. നേരെ മറിച്ച് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പീസുമായിട്ട് ഇത് കൂടിച്ചേർന്നിട്ടുണ്ടോ? ഇല്ല. കാരണം ഇവിടെ ഒന്നും ഈ മൗസ് പോയിന്റ് ചെയ്തിരിക്കുന്ന പോർഷനിലൊന്നും parent metal melt ആയിട്ടില്ല. That is called as lack of fusion. Molten metal deposited by the electrode does not fuse properly with the base metal. It is caused by insufficient heat, faster arc travel speed, lower arc current, incorrect welding technique. ഈ ഇത്രയും കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഈ lack of fusion എന്ന് പറയുന്ന വെൽഡിംഗ് ഡിഫക്റ്റ് ഉണ്ടാവുക. ഇങ്ങനത്തെ വെൽഡിംഗ് ഡിഫക്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് എന്തായിരിക്കും പ്രശ്നം? ഇറ്റ് വോണ്ട് വിസ്റ്റാൻഡ് മച്ച് ലോഡ്. പെട്ടെന്ന് ഈ വെൽഡ് ചെയ്ത പാർട്ടുകൾ ഫെയിൽ ആയിപ്പോകും. ഓക്കെ, this is the fourth defect we have seen. Next we have porosity. Group of small holes throughout the weld metal occurs due to entrapment of gases. നമ്മൾ ഏതൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നതാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ് എക്സെട്ര. Parent metal tend to absorb gases like hydrogen, carbon monoxide, nitrogen etc. These gases causes porosity in the weld zone or the fusion zone. Inclusions are slags or other impurities which get entrapped inside the weld. എന്താ സംഭവിക്കുക? നമ്മൾ ഈ ഫ്ലെക്സ് യൂസ് ചെയ്യുന്നതൊക്കെ ചിലപ്പം ഈ വെൽഡിംഗ് സോണിൽ എൻട്രാപ്പ് ആയി പോകും, അതിൻ്റെ ഇടയ്ക്കൊക്കെ പെട്ടുപോകും. അങ്ങനത്തെ ഡിഫക്റ്റിനെയാണ് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത്. ലോവേഴ്സ് ദ സ്ട്രെങ്ത് ഓഫ് വെൽഡ് കോസ് ഡ്യൂ ടു low or high welding current, long arc, too small included angle. ഓക്കെ, ഈ മൂന്ന് കാരണം കൊണ്ടായിരിക്കും ഇൻക്ലൂഷൻ ഡിഫക്ട്സ് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ഈസ് അണ്ടർകട്ട്. ഗ്രൂവ്സ് ഓർ സ്ലോട്ട് ഫോംഡ് അലോങ് ദ എഡ്ജസ് ഓഫ് ദ വെൽഡ്. വെൽഡിന്റെ എഡ്ജിൽ എന്താ പറ്റിയ പേരന്റ് മെറ്റൽ കൂടുതൽ മെൽറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് അണ്ടർകട്ട് എന്ന് പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദ തിക്നെസ് ഓഫ് പ്ലേറ്റ്. അല്ലയോ, ഇവിടം കൊണ്ട് ബ്രേക്ക് ആയി പോകും. ഇറ്റ് റെഡ്യൂസസ് ദ തിക്നെസ് ഓഫ് പ്ലേറ്റ്. കോസസ് റസ്റ്റി സർഫസ്, മാഗ്നറ്റിക് ആർക്ക് ബ്ലോ, ഫാസ്റ്റർ ആർക്ക് ട്രാവൽ സ്പീഡ്. ഈ മൂന്ന് കാരണം കൊണ്ടാണ് ഈ അണ്ടർകട്ട് ഇവിടെ ഫോം ചെയ്യുന്നത്. ഈ അണ്ടർകട്ടിന്റെ പോർഷനിൽ എന്തായിരിക്കും? അവിടെ തിക്നെസ് കുറവാണ് ബാക്കിയുള്ള മെറ്റലിനെ അപേക്ഷിച്ച്, അല്ലെ ബാക്കിയുള്ള ഒരു പോർഷനെ അപേക്ഷിച്ച്. സോ ഇറ്റ് വിൽ ഫെയിൽ അറ്റ് ദിസ് ആർക്ക്. നെക്സ്റ്റ് വൺ ഈസ് ഓവർലേ. മോൾട്ടൺ മെറ്റൽ flowed over the base metal remain without fusing and united. ഈ എൻഡിലുള്ള ഭാഗം ഒരിക്കലും പേരന്റ് മെറ്റലിനകത്ത് ചേർന്നല്ലിരിക്കുന്നത്, അവിടെ സോൾഡ് ആയി പോയി. ബട്ട് പേരന്റ് മെറ്റൽ ആയിട്ട് കൃത്യമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടില്ല. സോ ദിസ് അഗെയിൻ കോസ് എ ഡിഫക്റ്റ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഇൻസഫിഷ്യന്റ് ഹീറ്റ്, ഇൻകറക്റ്റ് വെൽഡിംഗ് ടെക്നിക്. ഈ രണ്ട് കാരണം കൊണ്ടായിരിക്കും ഈ ഓവർലേസ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. അത് എന്തായിരിക്കും ഉണ്ടാവുക? ഈ വെൽഡ് ബീഡിന്റെ ഒരു എൻഡിലെ പേരന്റ് മെറ്റലുമായിട്ട് കൃത്യമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടില്ല. അത് ഒരു ലെയർ പോലെ മേളിലേക്ക് പൊങ്ങിയായിരിക്കും ഇരിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിഫക്റ്റ്. Second last one is blowholes. Large holes in the weld by gas entrapment caused by rust, oil, paints or moisture. മോയ്സ്ചർ പ്രസന്റ് ഉണ്ടെങ്കിൽ എന്ത് പറ്റുക? ഹീറ്റ് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? മോയ്സ്ചർ ഇവാപ്പറേറ്റ് ആവും, ബട്ട് ഇറ്റ് ഗെറ്റ് ഇന്ററാക്ട് ഇൻ ദ വെൽഡ് സോൺ. അപ്പോൾ എന്ത് പറ്റും? ഒരു വലിയ ഹോളായിട്ട് അത് മാറും. ദാറ്റ് ഇസ് കോൾഡ് ആസ് ബ്ലോ ഹോൾസ്. The last one is spatter. Small metal particles thrown out of the arc during welding cause excessive current, longer arcs, arc blow. നിങ്ങൾ ആർക്ക് വെൽഡിങ് കണ്ടിട്ടില്ലയോ? തീപ്പൊരി പോലെ താഴേക്ക് വീഴുന്നത്. ആ താഴേക്ക് വീഴുന്ന ഓരോ പാർട്ടിനെയും സ്പാറ്റർ എന്നാണ് പറയുന്നത്. അതെന്തുവാ ശരിക്കും? അത് ശരിക്കും സ്മോൾ മെറ്റൽ പാർട്ടിക്കിൾസ് ആണ്. നമ്മളത് കൈകൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ കൈ പൊള്ളും. ബിക്കോസ് ദാറ്റ് ഈസ് എ minute metal particles which spatter due to weld defects. അപ്പോൾ ആ സ്പാറ്റർ കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ എന്താ പറ്റുക? കറണ്ടും കുറയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, ഇറ്റ് കോസസ് എക്സസീവ് കറണ്ട്. ഓക്കെ, now we will move on to the next portion. Gas welding. This is a type of fusion welding in which a filler material as well as the parent material is being melted and a welded joint is being produced. Gas welding. A welding process that melts and joins metals by heating them
with a flame caused by a reaction of fuel gas and oxygen. The most commonly used method is oxyacetylene welding due to its high flame temperature. The flux may be used to deoxidize and clean the weld metal. The flux melts, solidifies and form a slag skin on the resultant weld metal. ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നതിനകത്ത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് ആണ്. അതായത് ഓക്സിജനും അസെറ്റിലിനും ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ വെൽഡിംഗ് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുക. ആർക്ക് വെൽഡിങ്ങിനകത്ത് നമ്മൾ ഇലക്ട്രിക് കറണ്ട് കൊണ്ട് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ടെമ്പറേച്ചർ ആയിരുന്നു ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിനകത്ത്. നേരെ മറിച്ച് ഇൻ ഗ്യാസ് വെൽഡിംഗ് we are burning oxygen and acetylene. Acetylene ആണ് ഫ്യൂവൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്സിജന്റെ പ്രസൻസ് കൊണ്ടാണ് acetylene ഇഗ്നീഷൻ ഉണ്ടാകുന്നത്. So these two gases will burn to produce the required temperature. We'll see what is gas welding with a video. So we have a thin sheet metal plate here which has two holes in it. And to be more specific, this gas welding can be used for small thickness sheets. നമ്മുടെ ബസ്സിലെ ബോഡിയുടെ ഒക്കെ വെൽഡ് ചെയ്യുന്നത് ഗ്യാസ് വെൽഡിങ് വെച്ചിട്ടായിരിക്കും. ഇത് ഷീറ്റ് മെറ്റലിനാണ് ഉപയോഗിക്കുന്നത് കൂടുതലായും. എന്നാലും നമ്മൾ മെറ്റൽ പ്ലേറ്റ്സ് ഒക്കെ കട്ട് ചെയ്യാനും ഗ്യാസ് വെൽഡിങ് ടോർച്ച് ഉപയോഗിക്കാറുണ്ട്. കട്ടിങ്. സീ ദിസ് വീഡിയോ. ഈ കാണുന്നതാണ് ഒരു വെൽഡിംഗ് ടോർച്ച്. ഈ വെൽഡിംഗ് ടോർച്ചിൽ ഓക്സിജനും അസെറ്റിലിനും സിലിണ്ടർ വഴി നമ്മൾ ഓസ് വെച്ച് കൊടുക്കും. സോ ദിസ് ഫ്ലെയിം ദേ ആർ അഡ്ജസ്റ്റിംഗ് ഇറ്റ്. നമുക്ക് കറക്റ്റ് ടെമ്പറേച്ചർ വേണമെങ്കിൽ വി ഹാവ് ടു അഡ്ജസ്റ്റ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ആസ് വെൽ ആസ് അസെറ്റിലിൻ പ്രൊവൈഡഡ് ടു ദ വെൽഡ് സോൺ. നിങ്ങൾ നോക്കിയാൽ ആദ്യം ഈ മെറ്റീരിയൽ ഒന്ന് ഹീറ്റ് ചെയ്യും. കണ്ടോ, പ്രീ ഹീറ്റിംഗ് എന്ന് പറയും. ഈ മെറ്റീരിയൽ ആദ്യം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഒരു 2-3 സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഫില്ലർ മെറ്റീരിയൽ അതിലേക്ക് കൊടുത്തത്. ആദ്യം ഈ മെറ്റീരിയലാണ് പ്രീ ഹീറ്റ് ചെയ്തത്. എന്തിനാണ്? ആ പേരന്റ് മെറ്റീരിയലൂടെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ജോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇപ്പൊ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ഈ കാണുന്ന ഈ മൗസ് പോയിന്റർ കാണുന്ന ഈ ഹോള് അതെന്ത് ചെയ്യും? അത് അടയ്ക്കും പൂർണ്ണമായിട്ട്. ഓക്കെ. So this metal got melted and it starts filling. കണ്ടോ, ഫില്ലർ മെറ്റീരിയൽ കുറച്ച് അതിന്റെ ടോപ്പിൽ മെൽറ്റ് ചെയ്ത് വന്നു. We'll see more over it to such an extent that that hole will be completely filled. See. ഈ ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്ന ഫില്ലർ മെറ്റീരിയൽ പൂർണ്ണമായും മെൽറ്റ് ആയിട്ട് അവിടുത്തെ ആ ഹോള് ഫുള്ളി അത് എന്ത് ചെയ്യപ്പെടും? ക്ലോസ് ആവും വിത്ത് ദ മെറ്റീരിയൽ. ഇതെന്താ ചെയ്യുന്നത്? പേരന്റ് മെറ്റീരിയലിലൂടെ ബൗണ്ടറീസ് മെൽറ്റ് ചെയ്ത് ആ ഫില്ലർ മെറ്റീരിയലിനോട് ചേർത്തതാണ്. See this? That hole has vanished. ആ ഹോളിന്റെ അവിടെ പൂർണ്ണമായും ഫില്ലർ മെറ്റീരിയൽ മെൽറ്റ് ആയിട്ട് ആ ഹോള് അപ്രത്യക്ഷമായി, അല്ലേ? This is called as gas welding. So now we will move back to our lecture. ഗ്യാസ് വെൽഡിങ്ങിലെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് ആണ്. ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് യൂട്ടിലൈസസ് ഓക്സിജൻ ആൻഡ് എ ഫ്യൂവൽ ഗ്യാസ് ടു ഹീറ്റ് മെറ്റൽ until it is in a molten state and fuse multiple pieces of metal together. Can be used with or without filler rod. ഫില്ലർ റോഡ് ഇല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഫില്ലർ റോഡ് ഇല്ലെങ്കിൽ
പേരന്റ് മെറ്റൽ ആയിരിക്കും ഗ്യാസ് ഫ്ലെയിമിന്റെ ആ ടെമ്പറേച്ചർ കൊണ്ട് അവിടെ മെൽറ്റ് ആയിട്ട് ഫ്യൂഷൻ ഉണ്ടാവുക. Great for brazing dissimilar metals together. Older technology that can be replaced by gas tungsten arc welding, GTAW. ഇതൊക്കെ നമ്മൾ പിന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓൾഡർ ടെക്നിക്ക് ആയിരുന്നു. ഏത് ഓക്സി അസറ്റൈൻ വെൽഡിംഗ്. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടത് ഓർക്കുന്നുണ്ടല്ലോ. Okay, so we'll move on to next slide, which shows the schematic diagram of oxyacetylene welding. We can see a colorful flame. You can see a brown torch. Oxyacetylene gas is being supplied to the weld zone. At the end, there will be a flame. This flame is supplying heat for the filler material to get melted and deposit in the weld zone. Okay, flame ഈ നോസിലിന്റെ അറ്റത്തായിരിക്കും ഉണ്ടാവുക. ഓക്സിജൻ പ്ലസ് അസറ്റൈൻ ആണ് നമ്മൾ ഈ ടോർച്ചിൽ കൂടെ കൊടുക്കുക. ഈ ഒരു ടെമ്പറേച്ചർ, ഈ ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ കൊണ്ട് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മൗസ് പോയിന്റർ പോയിന്റ് ചെയ്തിരിക്കുന്ന ഫില്ലർ മെറ്റീരിയൽ ഇറ്റ്സ് വിൽ മെൽറ്റ് ആൻഡ് ഇറ്റ് വിൽ ഫിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ജോയിന്റ്. ബേസ് മെറ്റീരിയൽ നമ്മൾ ആദ്യം നിങ്ങൾ വീഡിയോ കണ്ടപ്പോഴേ കണ്ടിരുന്നു. എന്ത് ചെയ്യുക, ആ ബേസ് മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യും, അല്ലയോ? പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വെൽഡ് ചെയ്ത് തുടങ്ങുന്നത്. അതേപോലെ തന്നെ എന്ത് സംഭവിക്കും, അത് മൊത്തം ഫില്ലർ മെറ്റീരിയൽ മെൽറ്റ് ആയി കഴിഞ്ഞു വീണ്ടും പേരന്റ് മെറ്റീരിയലിനെ ഒന്നുകൂടെ ഹീറ്റ് ചെയ്യും. ദിസ് ഇസ് ഓക്സി അസറ്റൈൻ വെൽഡിംഗ്. എന്തുകൊണ്ടാണ് ഇതിനെ ഓക്സി അസറ്റൈൻ വെൽഡിംഗ് എന്ന് പറയുന്നത്? ബിക്കോസ് വി ആർ യൂസിങ് ഓക്സിജൻ ആൻഡ് അസറ്റൈൻ ഫോർ മേക്കിംഗ് എ ഫ്ലെയിം. ഓക്സിജൻ ആൻഡ് അസറ്റൈൻ ഫോർ മേക്കിംഗ് എ ഫ്ലെയിം. നമുക്ക് വേറെ ഉപയോഗിക്കാം. ഓക്സിജൻ ആൻഡ് ഫ്യൂവൽ ഗ്യാസ്ലൈൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്യൂട്ടാഡിൻ പ്രൊപ്പൈൻ യൂസ് ചെയ്യാം. സോ അതനുസരിച്ച് ഈ ഗ്യാസ് വെൽഡിങ്ങിന്റെ പേര് മാറും. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഓക്സി അസറ്റൈൻ വെൽഡിംഗ് ആയിരിക്കും. ഈ അസറ്റൈൻ ആണ് അവിടെ ഫ്യൂവൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്സി അസറ്റൈൻ ഗ്യാസ് വെൽഡിംഗ് is a fusion welding process. Acetylene burned in oxygen is used as a source of heat. This heat is used to fuse the metal joints. Okay, ഈ ഫിഗറിൽ കാണുന്നത് ഒരു ഓക്സി അസറ്റൈൻ നോസിലാണ്. ഈ നോസിലിനകത്തൂടെ ഓക്സിജനും അസറ്റൈനും വരും. ഈ ഓക്സിജൻ അസറ്റൈനിന് വരുന്നതിനെ എന്ത് സംഭവിക്കുക, അതിനൊരു ഫ്ലെയിം ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മളതിനെ ഇഗ്നേറ്റ് ചെയ്യും, അല്ലേ? നമ്മുടെ ഗ്യാസിന്റെ ബർണർ കണ്ടിട്ടില്ലയോ എന്ന് പറഞ്ഞ പോലെ ഒരു നോസിലായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഗ്യാസിനകത്ത് ഒരു ബർണർ ഉണ്ടാവുക. ബർണറിന്റെ മുകളിൽ എന്തോരും തീ വരും, അല്ലേ? ആ ഒരു ഫ്ലെയിമെ വെച്ചിട്ടാണ് നമ്മൾ ആഹാരം കുക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ബർണറിന് പകരം ഇവിടെ നോസിലായിരിക്കും. ഈ നോസിലിന്റെ അറ്റത്തായിരിക്കും ഫ്ലെയിം ഉണ്ടാവുക. ഈ ഫ്ലെയിമിൽ വരുന്ന ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ ഫില്ലർ മെറ്റീരിയലും പേരന്റ് മെറ്റീരിയലും മെൽറ്റ് ചെയ്ത് അവിടെ ഒരു വെൽഡ് ജോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഇറ്റ് ഈസ് സിമ്പിൾ, പോർട്ടബിൾ, ഈസി മെയിൻ്റനൻസ്. അവിടെ വേറെ എക്യുപ്മെന്റിനകത്ത് ആകെ പ്രത്യേകതയുള്ള ഈ ഒരു നോസിൽ മാത്രം, അല്ലയോ? ഈ ഒരു നോസിലും ഈ ടോർച്ച് മാത്രം. പിന്നെ എന്താണ് വേണ്ടത്? രണ്ട് ഹോസ് വേണം, അതേപോലെ 2 സിലിണ്ടർ വേണം. അതല്ലാതെ വേറെ കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. സോ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ മെയിൻ്റനൻസ്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓക്സി അസറ്റൈൻ വെൽഡിംഗ് ആണ് വെരി ലോ വെൽഡിംഗ് സ്പീഡ്. എന്തുകൊണ്ടാണ്? ഈ വെൽഡിംഗ് വെച്ചിട്ട് നമ്മൾ ഇറ്റ് ടേക്സ് സം ടൈം ടു ഗെറ്റ് ഹീറ്റഡ്, അല്ലയോ? അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കതിനെ വെൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. മോസ്റ്റ് അഡ്വാൻസ് മോഡേൺ വെൽഡിംഗ് ടെക്നിക്കുകൾ വെച്ച് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ this is an old technology. Large amount of heat is required. Some amount of heat is wasted as the heat is distributed over a large area. ഇതിനകത്ത് എന്താ കൂടുതൽ ഹീറ്റ് വേണ്ടി വരും. കാരണം അത് എന്ത് വരും, നമ്മൾ ഈ ഫ്ലെയിം യൂസ് ചെയ്യുന്നതുകൊണ്ട് ബാക്കി ഏരിയകളോടെ ഫ്ലെയിം ടച്ച് ആകുന്നതുകൊണ്ട് എന്ത് പറ്റും, ആ ഏരിയ എല്ലാം ഹീറ്റായി പോകും. അപ്പം കുറേ എമൗണ്ട് ഓഫ് ഹീറ്റും നഷ്ടപ്പെട്ടു പോകും. അൺനെസസറി ആയിട്ട് ഏരിയാസ് ഹീറ്റ് ആകുന്നുണ്ട്. ലാർജ് ഹീറ്റ് എഫക്റ്റഡ് സോൺ, നമ്മുടെ ആർക്ക് വെൽഡിങ്ങിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഹീറ്റ് എഫക്റ്റഡ് സോൺ, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. ഇല്ലയോ, കളർ വ്യത്യാസം വരുന്നില്ലായിരുന്നു ആർക്ക് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 പൈപ്പിന്റെ ഓർമ്മയുണ്ടോ? ആ കളർ എഫക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഗ്യാസ് വെൽഡിങ്ങിന്റെ കേസിൽ വളരെ കൂടുതലായിരിക്കും. ഷുഡ് നോട്ട് ബി യൂസ്ഡ് വിത്ത്
reactive metals like titanium and zirconium. Titanium weld ചെയ്യാനും zirconium weld ചെയ്യാനും നമ്മൾ ഒരിക്കലും ഗ്യാസ് വെൽഡിംഗ് ഉപയോഗിക്കത്തില്ല. ഓക്കെ, ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് വെച്ചിട്ട് we can't weld titanium or zirconium because they are reactive materials. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് ആണ്. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് പഠിക്കുന്നതിന് മുമ്പ് just we'll see a video. Now we'll see a video to make clear what are the different types of flames in gas welding. മൂന്ന് ടൈപ്പ് ആണുള്ളത്. You could see it clearly from this video. Okay, see, this is the torch. So what will happen, we'll slightly switch on the acetylene supply and we'll ignite the torch. Acetylene മാത്രം കൊടുത്തിട്ടായിരിക്കും ഈ ടോർച്ചിനെ ഇഗ്നൈറ്റ് ചെയ്യുക. എങ്ങനെ? ലൈറ്റർ വെച്ചിട്ട് നമുക്ക് ഇഗ്നൈറ്റ് ചെയ്യാം. So soon after it got ignited, we'll increase the supply of acetylene as well as slightly we'll give oxygen. ആദ്യത്തെ ഇഗ്നിഷൻ ടൈമിൽ ഓക്സിജന്റെ എമൗണ്ട് കൂടുതലും ഓക്സിജന്റെ എമൗണ്ട് വളരെ കുറവുമായിരിക്കും. നോക്കിക്കോളൂ, ഇത് കണ്ടില്ലേ? ഇവിടെ ഈ ഒരു കേസിൽ ഈ ഒരു ഫ്ലെയിമിന്റെ ലെങ്ത് നോക്കി ഭയങ്കര നീളമുള്ള ഫ്ലെയിമാണ് അല്ലേ? അത് ഇതിന്റെ റീസൺ എന്തുകൊണ്ടാണ് ഇത്രയും നീളമുള്ള ഫ്ലെയിം ഉണ്ടാകുന്ന? ഇത്രയും നീളമുള്ള ഒരു ഫ്ലെയിം ഉണ്ടാകാനുള്ള റീസൺ ഓക്സിജൻ സപ്ലൈ കുറവാണ്. അപ്പൊ എന്ത് സംഭവിക്കുക? അസറ്റിലിൻ ഗ്യാസ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എയറിൽ നിന്നൂടെ ഓക്സിജൻ അബ്സോർബ് ചെയ്തിട്ടായിരിക്കും അവിടെ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുക. സോ അസറ്റിലിൻ ഗ്യാസ് വിൽ മൂവ് ലാർജർ ഡിസ്റ്റൻസ്. പക്ഷെ നമ്മൾ അസറ്റിലിൻ ഓക്സിജന്റെ എമൗണ്ട് കൂട്ടുന്നതിനനുസരിച്ച് ദിസ് ഫ്ലെയിം വിൽ reduce its length. Okay, നമ്മൾ ഓക്സിജന്റെ എമൗണ്ട് കൂട്ടുന്നതിനനുസരിച്ച് ദിസ് ഫ്ലെയിം വിൽ reduce its length. Okay, ഇനി നോക്കിക്കോളൂ, ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ യു കൺ സീ എ ബിഗ് ഇന്നർ കോർ. കണ്ടില്ലേ? ഒരു ഫെദറി ആയിട്ടുള്ള ഒരു ഇന്നർ കോർ കണ്ടോ ഈ ഫിഗർ, ഈ ഒരു വീഡിയോക്കകത്ത്? ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് എന്ത് കാർബണൈസിംഗ് ഫ്ലെയിം എന്ന് പറയുന്നത്. Carbonizing or reduction flame. In this, acetylene supply will be more than oxygen. Okay, acetylene supply will be more than oxygen supply. പിന്നെ കുറഞ്ഞു വരുമ്പോൾ ഈ ഒരു കേസ് നോക്കി, ആ ഇന്നർ കോർ ഇല്ലാതായി. In this case, oxygen supply is more than acetylene. Oxygen supply acetylene കൂടുതലായിരിക്കും. ഓക്കെ, അതെ, ആ ക്ലിയർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാണില്ല, നേരത്തെ ഉണ്ടായിരുന്ന കോണിനേക്കാളും നാരോ ആയിട്ടുള്ള കോണായിരിക്കും. ദിസ് ഫ്ലെയിം ഇസ് കോൾഡ് ആസ് ഓക്സിഡൈസിംഗ് ഫ്ലെയിം. എന്താണ് ഓക്സിഡൈസിംഗ് ഫ്ലെയിം? നാരോ ഫെദറി അപ്പിയറൻസ്, നാരോ ഇന്നർ കോർ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഇവിടെ എന്തായിരിക്കും? ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഓക്സിജന്റെ അളവ് വളരെ കൂടുതലാവുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുക? ഓക്സിജന്റെ അളവ് കൂടുതലാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അസറ്റിലിൻ പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഓക്സിജന്റെ എമൗണ്ട് കൂടുതലായതുകൊണ്ട് അത് മൊത്തം ഇഗ്നൈറ്റ് ആയി പോകും. കൂടുതൽ ലെങ്ത് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ആവശ്യത്തിലധികം ഓക്സിജൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ദ ഫ്ലെയിം ലെങ്ത് വിൽ ബി ലെസ്. ക്ലിയർ? ഒന്നുകൂടെ നിങ്ങൾ കണ്ടോളൂ. We'll ignite it first. ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ അസറ്റിലിന്റെ അളവ് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ എന്താ സംഭവിക്കുക? ഓക്സിജന്റെ എമൗണ്ട് കൂട്ടിക്കൊടുക്കും. ഓക്സിജന്റെ എമൗണ്ട് ഒരു പരിധി കൂടുന്നതനുസരിച്ച് വരും. It will become a carbonizing flame where acetylene amount is high but oxygen amount is less. പിന്നെ വന്നിട്ട് എന്ത് വരും? ഏറ്റവും കുറഞ്ഞ ഒരു പൊസിഷനാണ്. That is, we'll increase oxygen to a high amount such that cone will become narrow and thinner. This is called as oxidizing flame where oxygen amount is more than acetylene. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഉള്ള ഒരു ഭാഗമുണ്ട്. ഈ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഭാഗത്തിനെയാണ് ന്യൂട്രലൈസിംഗ് ഫ്ലെയിം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത്
ഈ ഇന്നർ കോർ എന്ന് പറയുന്നത് അസറ്റിലിൻ ഫ്ലെയിമിന്റെ നേർ പകുതിയായിരിക്കും. ഓക്സിഡൈസിംഗ് ഫ്ലെയിമിനെക്കാട്ടിലും ഇരട്ടി. ഓക്സിഡൈസിംഗ് ഫ്ലെയിമിന് ഒരു കുഞ്ഞ് ഇന്നർ കോറിലുണ്ടായിരുന്നത്. ന്യൂട്രൽ ഫ്ലെയിമിന് കുറച്ചുകൂടെ വലിപ്പം കൂടിയ ഇന്നർ കോറായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ടൈപ്സ് ഓഫ് ഫ്ലെയിം. വി ഹാവ് ന്യൂട്രൽ ഫ്ലെയിം. ഇൻ ന്യൂട്രൽ ഫ്ലെയിം acetylene and oxygen are mixed in equal amounts and burned at the tip of the welding torch. The inert cone gives 2/3 of heat, whereas the outer envelope provides 1/3 of the energy. ഈ കാണുന്നതാണ് ന്യൂട്രൽ ഫ്ലെയിം. ന്യൂട്രൽ ഫ്ലെയിമിനകത്ത് ഓക്സിജന്റെ അളവും അസറ്റിലിന്റെ അളവും ഒരേപോലെ ആയിരിക്കും. ഓക്കെ, അതിന്റെ ഇന്നർ കോറിന്റെ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ കണ്ടില്ല, ഒരു കുഞ്ഞ് ഗ്ലോ ചെയ്യുന്ന പാട്ട്. ആ പാട്ടിന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 3300 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഔട്ടർ കോറിന്റെ 1260 ഡിഗ്രി സെൽഷ്യസേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത് ന്യൂട്രൽ ഫ്ലെയിം ആയിരിക്കും. പിന്നെ വരുന്നത് ഓക്സിഡൈസിംഗ് ഫ്ലെയിമാണ്. നിങ്ങൾ ഓർമ്മയുണ്ടോ? ഈ ഒരു നാരോ ഇന്നർ കോർ, ഏറ്റവും കുഞ്ഞു ഇന്നർ കോർ, അവിടെ എന്തായിരുന്നു? ഓക്സിജൻ സപ്ലൈ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഏതിനെ അപേക്ഷിച്ച്? അസറ്റിലിനെ അപേക്ഷിച്ച്. ഓക്സിഡൈസിംഗ് ഫ്ലെയിം, എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഈസ് യൂസ്ഡ്, ഗിവിംഗ് ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഗുഡ് ഫോർ വെൽഡിംഗ് ബ്രാസ്. ഈ ഓക്സിഡൈസിംഗ് ഫ്ലെയിം എന്ന് പറയുന്നത് ബ്രാസ്, ബ്രോൺസ്, കോപ്പർ ഒക്കെ വെൽഡ് ചെയ്യാൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. സ്റ്റീലിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഓക്സിജന്റെ എമൗണ്ട് കൂടുതലാണ്. അപ്പൊ എന്ത് പറ്റും? സ്റ്റീൽ ഓക്സിഡൈസ് ആയി പോകും. അപ്പൊ നമ്മൾ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരുന്നോണം. വി വിൽ weld steel only with reducing flame or neutral flame. ഓക്കെ, അപ്പൊ ഈ ഓക്സിഡൈസിംഗ് ഫ്ലെയിമിന് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. എത്രയായിരിക്കും? 3300 കൂടുതലായിരിക്കും. നേരെ മറിച്ച് we will have a reducing or a carbonizing flame. The excess amount of acetylene is used, giving a reducing flame. The combustion of acetylene is incomplete, greenish between the inner core and the outer envelope, good for welding aluminum alloys, high carbon steels. ഇവിടുത്തെ നോക്കിയാൽ ഈ മൂന്ന് ഫ്ലെയിമിനെ അപേക്ഷിച്ച് ഈ കാണുന്ന റെഡ്യൂസിംഗ് ഫ്ലെയിം അല്ലെങ്കിൽ കാർബണൈസിംഗ് ഫ്ലെയിം എന്ന് പറയുന്നത് നീളം കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് അതിന് നീളം കൂടുതൽ വരുന്നത്? കാരണം ഈ നോസിലിൽ നിന്ന് ഇറങ്ങുന്ന അസറ്റിലിൻ മുന്നോട്ട് പാസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് എന്ത് വരും? ഓക്സിജന് പുറകെ വരും, അല്ലയോ? പക്ഷേ അതിന് ഇഗ്നൈറ്റ് ചെയ്യാനുള്ള ഓക്സിജൻ നമ്മൾ കൊടുക്കുന്ന സപ്ലൈയില് കുറവാണ്. സോ ഇറ്റ് വിൽ ടേക്ക് ഓക്സിജൻ ഫ്രം അറ്റ്മോസ്ഫിയർ ഓൾസോ. അതുകൊണ്ടാണ് അസറ്റിലിൻ കുറെ ഏറെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് ആവശ്യം അനുസരിച്ചുള്ള ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുകയുള്ളൂ. ദാറ്റ്സ് വൈ ഹിയർ carbonizing or reducing flame we have a big flame length. Okay, types of flame മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. Oxygen is turned on, flame immediately changes into long white inner area surrounded by a transparent blue envelope called carbonizing flame. Its temperature is around 3000 degrees Celsius. It is used for welding of alloy steels and aluminum alloys. Carbonizing flame le എന്താ കൂടുതലുള്ള? അസറ്റിലിന്റെ എമൗണ്ട് ആണ് കൂടുതലുള്ളത്, ഓക്സിജൻ കുറവായിരിക്കും. ടെമ്പറേച്ചർ അവിടുത്തെ ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ 3000 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ welding alloy steels as well as aluminum alloys. Addition of little more oxygen give a bright whitish cone surrounded by transparent blue envelope is called neutral flame. In neutral flame എന്തായിരിക്കും? അസറ്റിലിന്റെ എമൗണ്ടും ഓക്സിജന്റെ എമൗണ്ടും തുല്യമായിരിക്കും. It has a balance of fuel, gas and oxygen. Its temperature will be 3200 to 3300 degrees Celsius. Used for welding low carbon steels and mild steels. Low carbon steel ഉം mild steel ഉം വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഫ്ലെയിമാണ് യൂസ് ചെയ്യുന്നത്? ന്യൂട്രൽ ഫ്ലെയിമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ഞാൻ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും പറഞ്ഞു, ഒരിക്കലും നമ്മൾ ഓക്സിഡൈസിംഗ് ഫ്ലെയിം സ്റ്റീൽ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ സ്റ്റീൽ
oxidize ചെയ്യാനുള്ള chance കൂടുതലാണ് because of the presence of oxygen. If more oxygen is added, the cone becomes darker and more pointed, while the envelope becomes shorter and more ferrous. Is called oxidizing flame. ആ കോൺ എന്ന് പറയുന്നത് ചുരുങ്ങി വളരെ ചെറുതായിട്ടും തിന്നറായിട്ടും മാറും. ഇവിടുത്തെ ഇറ്റ് ഹാസ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ. കാരണം എന്തുകൊണ്ടാണ്? ഓക്സിജന്റെ എമൗണ്ട് കൂടുതലായതുകൊണ്ട് പ്രോപ്പർ ഇഗ്നീഷൻ സംഭവിക്കും. 3400 ഡിഗ്രി സെൽഷ്യസ് ടു 3500 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ. ആ കോണിന്റെ ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ്, ബ്രാസ് ബ്രേസിംഗ് ആൻഡ് കോപ്പർ ഓപ്പറേഷൻസ്. With types of flames, we will stop the 10th lecture. You have to fill the response sheet after seeing the video. Also, you come up with any doubts which you have in our WhatsApp group. Thank you so much. In next lecture, we will see the rest of gas welding. Stay safe. Take care. Bye.